يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. صدق الله. إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. സ്നേഹം സഹോദരന്മാരെ, സഹോദരികളെ, ജീവിതത്തിൻ്റെ എല്ലാ സന്ദർഭങ്ങളിലും സർവേശ്വരനായ തമ്പുരാൻ റബ്ബുൽ ഇസ്സത്തിന്റെ വിധിവിലക്കുകൾ പാലിച്ച് അവനെ അനുസരിച്ച് സ്നേഹിച്ച് ജീവിക്കണമെന്ന് എല്ലാവരോടും ഉപദേശിക്കുകയാണ്, ഓർമ്മപ്പെടുത്തുകയാണ്. സർവേശ്വരനായ തമ്പുരാന്റെ ഇഷ്ടം ആഗ്രഹിച്ച് ജീവിക്കാൻ നമുക്കേവർക്കും സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്. സഹോദരികളെ, നമുക്കറിയാവുന്നതുപോലെ വളരെ സവിശേഷമായ ഒരു കാലഘട്ടത്തിലൂടെയാണ് നാം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ലോകത്ത് ഇസ്ലാമും മുസ്ലിങ്ങളുമൊക്കെ ഏറെ ചർച്ചയായി കൊണ്ടിരിക്കുന്ന ഒരു സന്ദർഭമാണ് ഇത്. ആഗോളതലത്തിൽ വർഷങ്ങളായി മുസ്ലിങ്ങളെ കുറിച്ച്, ഇസ്ലാമിനെ കുറിച്ച് തീവ്രവാദത്തിൻ്റെയും ഭീകരവാദത്തിൻ്റെയും ഒക്കെ ആക്ഷേപങ്ങളും ആരോപണങ്ങളും ഒക്കെ നാം കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മുടെ രാജ്യത്ത് ഇന്ന് ഭരണം നടത്തിക്കൊണ്ടിരിക്കുന്ന സർക്കാരും അതുപോലെ അവരെ നയിക്കുന്ന സംവിധാനങ്ങളുമൊക്കെ യഥാർത്ഥത്തിൽ എങ്ങനെയാണ് നിലനിൽക്കുന്നത് എന്ന് ചോദിച്ചാൽ സൂക്ഷ്മമായ വിലയിരുത്തലിൽ ഈ രാജ്യത്തിലെ പ്രബല ന്യൂനപക്ഷമായിട്ടുള്ള മുസ്ലിം വിരുദ്ധതയാണ് അവരുടെ നിലപാട് തറ എന്ന് പറയുന്നത്. ഇങ്ങനെ മുസ്ലിങ്ങൾ വിമർശിക്കപ്പെടാൻ, ഇസ്ലാം വിവാദത്തിൽ പെടാനുള്ള കാരണം എന്താണ്? സ്വാഭാവികമായിട്ടും നമുക്കതിനെ കുറിച്ച് ആലോചിക്കുകയും ചിന്തിക്കുകയും ഒക്കെ ചെയ്യേണ്ടതാണ്. നമ്മളെ കുറിച്ച് കേരളത്തിൽ നിങ്ങൾക്കറിയാവുന്നതുപോലെ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ചർച്ച ഹലാൽ ഫുഡാണ്. അതിന് കുറച്ച് മുമ്പ് ലവ് ജിഹാദായിരുന്നു, പിന്നെ നാർക്കോട്ടിക് ജിഹാദായിരുന്നു. ഏറ്റവും ഒടുവിൽ പുതിയൊരു പദാവലി കൂടി ഇതിലേക്ക് ചേർത്ത് വെക്കപ്പെട്ടു, അത് മാർക്ക് ജിഹാദാണ്. ഇങ്ങനെ മുസ്ലിങ്ങളുമായി ബന്ധപ്പെട്ട എല്ലാ വിഷയങ്ങളും വിവാദമാവാനുള്ള യഥാർത്ഥ കാരണം എന്താണ്? ഒരു കാര്യം വിവാദമായി മാറണമെങ്കിൽ അതിൻ്റെ ഒരു സ്വാഭാവികമായിട്ടുള്ള കാരണം അതിലൊരു വാദമുണ്ടായിരിക്കും എന്നതാണ്. വാദമുള്ളയിടത്താണ് വിവാദമുണ്ടാവുക. മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർക്കൊരു വാദമുണ്ട്, അവർക്കൊരു വിശ്വാസമുണ്ട്, അവർക്കൊരു ആദർശമുണ്ട്. ആ ആദർശം എല്ലാവർക്കും അറിയാവുന്നതാണ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നതാണ്. ഈ പ്രപഞ്ചത്തിന് ഒരേ ഒരു സൃഷ്ടാവ് മാത്രമേ ഉള്ളൂ എന്നാണ്. ഈ പ്രപഞ്ചത്തിലെ സൃഷ്ടിജാലങ്ങളെ മുഴുവനും പരിപാലിക്കുകയും അവർക്ക് ആവശ്യമായ എല്ലാം നൽകിക്കൊണ്ടിരിക്കുകയും അവരെ സംരക്ഷിക്കുകയും ചെയ്യുന്ന ശക്തി അതൊന്നു മാത്രമാണ് എന്നതാണ്. അതുകൊണ്ട് തന്നെ അവരെല്ലാവരും കീഴ്പ്പെടേണ്ടത്, അനുസരിക്കേണ്ടത്, ആരാധനകൾ അർപ്പിക്കേണ്ടത് ആ ഒരേ സൃഷ്ടാവിന് മാത്രമാണ്. ഇതാണ് മുസ്ലിങ്ങളുടെ വാദം, ഇതാണ് മുസ്ലിങ്ങളുടെ വിശ്വാസം. ഇത് മുസ്ലിങ്ങളുടെ മാത്രം ഒരു വാദമോ വിശ്വാസമോ അല്ല, മറിച്ച് ലോകത്ത് അറിയപ്പെടുന്ന പ്രധാനപ്പെട്ട സെമിറ്റിക് മതങ്ങളാണ് ക്രിസ്ത്യാനിറ്റിയും അതുപോലെ ജൂദായിസവും ഒക്കെ. അവരും ഇതേ വിശ്വാസങ്ങൾ അല്ലെങ്കിൽ ഇതേ അടിസ്ഥാന വിശ്വാസം വെച്ച് പുലർത്തുന്നവരാണ്. പുറപ്പാട് അത് പഴയ നിയമത്തിലെ ഒരു അധ്യായമാണ്, അല്ലെങ്കിൽ പഴയ നിയമത്തിലെ ഒരു പരാമർശമാണ്. അത് ഇങ്ങനെയൊന്നും നമുക്ക് വായിക്കാൻ കഴിയുന്നതാണ്. ഇസ്രായേലേ കേൾക്കൂ, കർത്താവ് നമ്മുടെ ദൈവമാണ്, ഏക കർത്താവാണ്. ഇത് പഴയ നിയമം എന്ന് പറഞ്ഞാൽ തൗറാത്ത്, തോറ എന്ന് പറയുന്നതാണ് പഴയ നിയമം. അത് കടമെടുത്ത് പുതിയ ബൈബിളിലും നമുക്ക് ആവർത്തന പുസ്തകത്തിൽ ഇതേ വാക്യം വായിക്കാൻ കഴിയുന്നതാണ്. ആത്യന്തികമായി സെമിറ്റിക് മതങ്ങൾ ഏകദൈവ വിശ്വാസത്തിൽ അധിഷ്ഠിതമായിട്ടുള്ളതാണ് എന്നാണ് ഞാൻ പറഞ്ഞു വന്നത്. തീർന്നില്ല.
നമ്മുടെ കേരളത്തിന്റെ ഒരു പാരമ്പര്യം, ഇന്ത്യയുടെ ഒരു പാരമ്പര്യമുണ്ട്. ഇന്ത്യ വേദങ്ങളുടെ നാടാണ്. അതുപോലെ ഇന്ത്യ ധർമ്മസംഹിതയിൽ അധിഷ്ഠിതമായിട്ടുള്ള ഒരു രാജ്യമാണ്. 4 പ്രധാനപ്പെട്ട വേദങ്ങൾ നമുക്കുണ്ട് എന്ന് അറിയാവുന്നതാണ്. സാമവേദം, യജുർവേദം എന്നൊക്കെ പറഞ്ഞിട്ട് അതിൽ പ്രധാനപ്പെട്ട അഥർവവേദത്തിലെ ഒരു സൂക്തം ഇങ്ങനെ നമുക്ക് വായിക്കാൻ കഴിയുന്നതാണ്. തമിതം നിഗതം സഹഹ സഏഷ ഏക ഏകവ്രതേക ഏവയ ഏതം ദേവമേക വ്രതം വേദ സർവേ അസ്മിൻ ദേവ ഏകവ്രതോ ഭവന്തി ഏതം ദേവമേക വ്രതം വേദ എന്ന് പറഞ്ഞാൽ ഏകനായ അവൻ ഏകനായി തന്നെ എന്നെന്നും നിലനിൽക്കുന്നവനാണെന്ന് വിശ്വസിക്കുക. രണ്ടാമതൊരു ദൈവമില്ല തന്നെ. ഇത് ഹൈന്ദവ പുരാണങ്ങളിൽ വേദങ്ങളിൽ കാണപ്പെടുന്ന ദൈവത്തെ കുറിച്ചുള്ള വളരെ കൃത്യമായിട്ടുള്ള ഒരു സങ്കല്പമാണ്. വേദങ്ങളും അതുപോലെ തന്നെ ഉപനിഷത്തുക്കളുമൊക്കെ ഏകദൈവിശ്വത്തെ ഉദ്ഘോഷിക്കുന്നതാണ്. ലോകത്ത് അറിയപ്പെടുന്ന പ്രധാനപ്പെട്ട മതങ്ങളൊക്കെയും അവരുടെ വാദം എന്ന് പറയുന്നത് ഈ മഹാപ്രപഞ്ചത്തിന് ഒരേ ഒരു സ്രഷ്ടാവേ ഉള്ളൂ എന്നാണ്. അങ്ങനെയാണെങ്കിൽ മറ്റുള്ള മതങ്ങളൊന്നും എന്താണ് വിവാദങ്ങളിൽ പെടാതെ പോകുന്നത്? അവർക്കെതിരെ എന്താണ് ഇത്രയേറെ പരാമർശങ്ങളോ അല്ലെങ്കിൽ ആരോപണങ്ങളോ ഒന്നും ഉന്നയിക്കപ്പെടാത്തതും എന്ന് നമുക്ക് ചോദിക്കാവുന്നതാണ്. അതിന് നമുക്ക് കണ്ടെത്താൻ കഴിയുന്ന ഒരു ഉത്തരം, മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം ലാ ഇലാഹ ഇല്ലല്ലാഹ്, ഈ പ്രപഞ്ചത്തിന് ഒരു സത്താവ് മാത്രമേ ഉള്ളൂ എന്നത് അവിടെ കേവല ഒരു വിശ്വാസം മാത്രമല്ല, മറിച്ച് അവരുടെ ജീവിതത്തെ സ്വാധീനിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു നിലപാടാണ്. അവരുടെ വ്യക്തി ജീവിതത്തെ, അവരുടെ കുടുംബ ജീവിതത്തെ, അവരുടെ സാമൂഹിക, സാംസ്കാരിക, മതപരമായ, ധാർമ്മികമായ, സാമ്പത്തികമായ, സാംസ്കാരികമായ എല്ലാ രംഗങ്ങളിലും പ്രതിഫലിക്കുന്ന ഒരു ആദർശമാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ്, ഈ പ്രപഞ്ചത്തിന് ഒരു സൃഷ്ടാവ് മാത്രമേ ഉള്ളൂ എന്നത്. ഹലാൽ വിവാദത്തെ കുറിച്ച് ശരിക്കൊന്ന് പരിശോധിച്ചാൽ അതൊരു വിവാദമാവേണ്ടതായിരുന്നില്ല. അത് കുറെ കാലങ്ങളായി നമ്മുടെ പല ഹോട്ടലുകളിലും കാണാൻ കഴിയുന്നതാണ്. മുസ്ലിങ്ങൾ അല്ലാത്തവർ പോലും ഉപയോഗിക്കുന്ന ഒരു അറബി പദപ്രയോഗമായിരുന്നു അത്. യഥാർത്ഥത്തിൽ അത് എവിടെ നിന്ന് വരുന്നു എന്ന് ചോദിച്ചാൽ മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർ ഭക്ഷിക്കേണ്ടത് ഏതാണ്, അനുവദനീയമായത് ഏതാണ്, ഹലാൽ ഏതാണ്, ഭക്ഷിക്കാൻ പാടില്ലാത്തത് ഹറാം, അനുവദനീയമല്ലാത്തത് ഏതാണ്, ഇത് തീരുമാനിക്കാനുള്ള അധികാരം ഈ പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവായ സർവേശ്വരൻ തമ്പുരാന് മാത്രമേ ഉള്ളൂ എന്ന് വിശ്വസിക്കുന്നവരാണ്. അതുകൊണ്ട് ഭക്ഷണ കാര്യങ്ങളിൽ, അവിടെ ആരാധനാ കാര്യങ്ങൾ എന്ന പോലെ അവരുടെ കുടുംബ കാര്യങ്ങളിലും ആ ദൈവത്തിന് മാത്രമേ വിധി കൽപ്പിക്കാനുള്ള പരമാധികാരമുള്ളൂ എന്നവർ വിശ്വസിക്കുന്നു. അതുകൊണ്ടാണ് യഥാർത്ഥത്തിൽ മുസ്ലിം അല്ലെങ്കിൽ ഇസ്ലാം എന്നതൊരു പ്രശ്നമായി മാറുന്നത്. പൊതുവെ ഒരു ധാരണയുണ്ട്, മതം എന്ന് പറയുന്നത് നമ്മുടെ വ്യക്തി ജീവിതത്തിൽ പരിമിതമാവേണ്ടതാണ്. മതം നല്ലതാണ്, അത് ധാർമ്മികമാണ്, മനുഷ്യനെ പരിഷ്കരിക്കാനും മനുഷ്യനെ നന്നാക്കിയെടുക്കാനും ഒക്കെയുള്ള കഴിവതിനുണ്ട് എന്ന് അംഗീകരിക്കുന്നവർ പോലും ആ ഒരു നിയമസംഹിത വിശ്വാസം നമ്മുടെ സാമൂഹിക ജീവിതത്തിൽ ഇടപെടരുത് എന്ന് പറയാറുണ്ട്. സത്യസന്ധമായ ഒരു വിലയിരുത്തൽ ഇവിടെ അല്ലെങ്കിൽ ഒരു നിരൂപണം നമുക്ക് നടത്തേണ്ടതല്ലേ? നല്ല ഒരു ആശയത്തെ, മനുഷ്യനെ പരിവർത്തിപ്പിക്കാൻ കഴിയുന്ന ഒരു സംഹിതയ്ക്ക് നാം എന്തുകൊണ്ട് പൊതുജീവിതത്തിൽ ഇടം നൽകാതിരിക്കുന്നു എന്ന് ചോദിച്ചാൽ ആ ഇടങ്ങൾ മറ്റു പലർക്കും നമ്മൾ വകവെച്ചു കൊടുത്തത് കൊണ്ടാണ്. ഇസ്ലാമിനെയും മുസ്ലിങ്ങളെയും സംബന്ധിച്ചിടത്തോളം അവർക്ക് അതിൽ കൂടി കാർക്കശ്യമുണ്ട്, അവർക്ക് അതിൽ കൂടി നിർബന്ധ ബുദ്ധിയുണ്ട്. എന്റെ വിശ്വാസം എന്ന് പറയുന്നത് എന്റെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളെയും സ്വാധീനിക്കേണ്ടതാണ് എന്നതാണ് അവരുടെ യഥാർത്ഥ പ്രചോദനം അല്ലെങ്കിൽ ആദർശം എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് മുസ്ലിങ്ങൾ അല്ലെങ്കിൽ ഇസ്ലാം ഒരു പക്ഷേ വിവാദങ്ങൾക്ക് വിഷയീഭവിക്കുന്നത് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാവുന്നതാണ്. ഈ പ്രപഞ്ചത്തിൽ ഒരു മഹാസ്രഷ്ടാവുണ്ട് എന്ന് പറയുമ്പോൾ, ഈ പ്രപഞ്ചത്തിലെ ഒരേ ഒരു സ്രഷ്ടാവ് മാത്രമേ ഉള്ളൂ എന്ന് പറയുമ്പോൾ അതിന്റെ അനിവാര്യമായ മറ്റൊരു താല്പര്യമുണ്ട്. അതെന്താണെന്ന് അറിയുമോ? ഈ പ്രപഞ്ചത്തിന് ഒരു സ്രഷ്ടാവ് മാത്രമേ ഉള്ളൂ എങ്കിൽ ആ സ്രഷ്ടാവിന്റെ സൃഷ്ടികളായിട്ടുള്ള എല്ലാവരും ഒന്നാണ്. മനുഷ്യരെല്ലാവരും ഒന്നാണ്
എന്നുള്ളതാണ് അതിന്റെ രണ്ടാമത്തെ വശം. അങ്ങനെ തന്നെ ഒരു പരാമർശം പ്രവാചകൻ പറഞ്ഞു വെച്ചിട്ടുണ്ട്. അൽ ഖൽഖു ഇയാദുല്ലാഹ്, സൃഷ്ടികളെല്ലാവരും സൃഷ്ടാവായ ദൈവം തമ്പുരാന്റെ കുടുംബാംഗങ്ങളാകുന്നു. നമ്മൾ ഇന്ത്യൻ പാരമ്പര്യത്തെ കുറിച്ച് പറയുമ്പോൾ വസുദൈവ കുടുംബകം എന്ന് പറയാറില്ലേ? എന്നതുപോലെ ഈ പ്രപഞ്ചത്തിലെ എല്ലാ മനുഷ്യരും, അവരേത് മതവിശ്വാസിയാവട്ടെ, ഏത് വർഗത്തിൽപ്പെട്ടവനാവട്ടെ, ഏത് രാഷ്ട്രീയത്തെ പ്രതിനിധീകരിക്കുന്നവരാവട്ടെ, ഏത് ഗോത്രത്തിന്റെ പ്രതിനിധിയാവട്ടെ, അവരെല്ലാവരും യഥാർത്ഥത്തിൽ ദൈവത്തിന്റെ സൃഷ്ടികളാണ്. മതത്തിന്റെയും രാഷ്ട്രീയത്തിന്റെയും കുലത്തിന്റെയും പേരിൽ യാതൊരു വിഭജനവും നടത്താൻ പാടില്ല എന്നത് കൂടിയാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ആദർശത്തിന്റെ അനിവാര്യമായ താല്പര്യം. വിശുദ്ധ ഖുർആനിൽ 49ാമത്തെ ഒരു അധ്യായമുണ്ട്. ആ അധ്യായത്തിലെ 13ാമത്തെ സൂക്തം ഇങ്ങനെയാണ്: യാ അയ്യുഹന്നാസ് ഇന്നാ ഖലഖനാകും മിൻ ദകരിൻ വ ഉൻസാ വജഅൽനാകും ശുഊബൻ വ ഖബാഇല ലിതആറഫു ഇന്ന അക്രമകും ഇൻദല്ലാഹി അത്ഖാകും ഇന്നല്ലാഹ അലീമുൻ ഖബീർ. അല്ലയോ മനുഷ്യരെ, ഇത് ഖുർആനിന്റെ ഒരു അഭിസംബോധന ശൈലിയാണ്. വിശുദ്ധ ഖുർആൻ അതിന്റെ രണ്ടാമത്തെ അധ്യായം, ഒന്നാമത്തെ അധ്യായം ചെറിയൊരു മുഖമുരയാണ്. രണ്ടാമത്തെ അധ്യായം മുതലാണ് ഖുർആൻ അതിന്റെ പ്രവേശിക തുടങ്ങുന്നത്. അതിൽ ആദ്യമായിട്ട് ലോകത്തെ അഭിസംബോധന ചെയ്യുന്നത് യാ അയ്യുഹന്നാസ്. അന്നാസ് എന്ന അറബി വാക്കിന് കൊടുക്കാവുന്ന ഏറ്റവും നല്ല ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ മാസ് എന്നാണ്. മാസ് അല്ലെങ്കിൽ ക്രൗഡ് എന്നാണ്, അല്ലെങ്കിൽ മനുഷ്യർ എന്നാണ്. മനുഷ്യരെ എന്നാണ് അഭിസംബോധന. അതേ അഭിസംബോധനയിൽ ഖുർആൻ പറയുന്നു: ഇന്നാ ഖലഖനാകും മിൻ ദകരിൻ വ ഉൻസാ, നിങ്ങളെ ഒരു ആണിൽ നിന്നും പെണ്ണിൽ നിന്നുമാണ് നാം സൃഷ്ടിച്ചിട്ടുള്ളത്. വജഅൽനാകും ശുഊബൻ വ ഖബാഇല ലിതആറഫു, എന്നിട്ട് നിങ്ങളെ വ്യത്യസ്ത ഗോത്രങ്ങളാക്കി, നിങ്ങളെ വ്യത്യസ്ത സമൂഹങ്ങളാക്കി മാറ്റിയത് ലിതആറഫു, നിങ്ങൾ പരസ്പരം തിരിച്ചറിയാനാണ്. നിങ്ങൾ ഏത് കുടുംബത്തിൽ പിറന്നവരാണെന്ന് നിങ്ങൾ പറയില്ലേ? ഏത് നാട്ടുകാരനാണെന്ന് നിങ്ങൾ സ്വയം നിങ്ങളെ പരിചയപ്പെടുത്താറില്ലേ? ഇത് പരിചയത്തിന് വേണ്ടി മാത്രമാണ്, അതല്ലാതെ മറ്റൊരു ശ്രദ്ധയും മറ്റൊരു പ്രാധാന്യവും അതിലില്ല എന്ന് നിങ്ങൾ തിരിച്ചറിയണം. ഇന്ന അക്രമകും ഇൻദല്ലാഹി അത്ഖാകും, നിങ്ങളുടെ ദൈവത്തിന് ഏറ്റവും പ്രിയപ്പെട്ടവൻ ആരാണെന്ന് അറിയുമോ? ആ ദൈവത്തിന്റെ വിധിവിലക്കുകൾ ജീവിതത്തിന്റെ എല്ലാ സന്ദർഭങ്ങളിലും പാലിക്കുന്നിടത്ത് എത്രമാത്രം കണിശത നിങ്ങൾക്ക് പുലർത്താൻ കഴിയുന്നുവോ അതിനനുസരിച്ചാണ് നിങ്ങളുടെ ശ്രേഷ്ഠത അളക്കപ്പെടുന്നത് എന്ന് ഖുർആൻ പറഞ്ഞു വെക്കുകയാണ്. വിശുദ്ധ ഖുർആനിലെ ഈ സൂക്തം അവതീർണമായ ഒരു സന്ദർഭമുണ്ട്. ഖുർആനിലെ പല സൂക്തങ്ങളുടെയും കോണ്ടസ്റ്റുകളുണ്ട്. ഈ സൂക്തത്തിന് പറയപ്പെടുന്ന ഒരു കോണ്ടസ്റ്റ് ഇതാണ്: പ്രവാചകനും അനുചരന്മാരും 13 വർഷക്കാലം മക്കയിൽ സ്വന്തം ജന്മദേശത്താണ് ജീവിച്ചത്. അവസാനം അവിടുത്തെ സത്യനിഷേധികളുടെ, അതുപോലെ പ്രവാചക ശത്രുക്കളുടെ, ഇസ്ലാമിന്റെ ശത്രുക്കളുടെ മർദ്ദന പീഡനങ്ങൾ സഹിക്കവയ്യാതെ അവർ നാടുവിടുകയാണ്, മദീനയിലേക്ക് നാടുവിടുകയാണ്. ആ മദീനയിൽ അവർക്ക് വലിയ സ്വീകാര്യത ലഭിച്ചു. അവിടെ അവർ ഭൂരിപക്ഷമായതുകൊണ്ടല്ല, അവിടെ സംസ്കാരവും അവിടെ വിശ്വാസവും അവിടെ പെരുമാറ്റവും അവിടെ ഐഡിയോളജിയും അവിടത്തുകാർക്ക് വലിയ പ്രിയപ്പെട്ടതായി മാറി, അല്ലെങ്കിൽ അവർ സ്വീകരിക്കുകയായിരുന്നു. അങ്ങനെ അവിടെ ഒരു രാഷ്ട്രം തന്നെ രൂപീകരിക്കപ്പെട്ടു. ആ രാഷ്ട്രത്തിന്റെ കീഴിലേക്ക് പല രാഷ്ട്രങ്ങളും പല രാജ്യങ്ങളും പല ഗോത്രങ്ങളും ഇങ്ങനെ കടന്നു വന്നുകൊണ്ടിരുന്നു. അങ്ങനെ ഹിജ്റയുടെ മദീന പ്രവേശനത്തിന്റെ 8ാമത്തെ വർഷം ഈ മക്കയിലേക്ക് പ്രവാചകൻ തിരിച്ചു വരുന്നുണ്ട്. തിരിച്ചു വരുന്നത് ജേതാവായിട്ടാണ്, ഭരണാധികാരിയായിട്ടാണ്. ആ രാജ്യം പ്രവാചകന്റെ മുമ്പിൽ, ഇസ്ലാമിന്റെ മുമ്പിൽ തങ്ങളുടെ രാഷ്ട്രത്തെ കൂടി സമർപ്പിക്കുകയാണ്. ആ സന്തോഷ മുഹൂർത്തത്തിൽ ഒരുപക്ഷെ ലോക ചരിത്രത്തിൽ ഇങ്ങനത്തെ തിരിച്ചുവരവുകൾ നമ്മൾ ഒരുപാട് കണ്ടിട്ടുണ്ടായിരിക്കാം. ഒരു രക്തരഹിതമായിട്ടുള്ള വിപ്ലവത്തിന്റെ കഥയാണ് മക്ക വിജയം എന്ന് പറയുന്ന ചരിത്ര സംഭവത്തിന് നമുക്ക് വായിക്കാൻ കഴിയുക. അങ്ങനെ മക്ക ഇസ്ലാമിന് കീഴിൽ വരികയാണ്. ആ വിജയത്തിന്റെ പ്രഖ്യാപനം നടത്തണം. പ്രഖ്യാപനം എന്ന് പറയുന്നത് അത് ബാങ്കുലിയാണ്. ബാങ്കുലിയാണ്. ഇന്ന് പള്ളികളിൽ നിന്ന് ബാങ്ക് കൊടുക്കുമ്പോൾ അത് നമസ്കാരത്തിന് ആളുകളെ ക്ഷണിക്കുന്ന ഒരു വെടി, അല്ലെങ്കിൽ ഒരു മുഴക്കം, ഒരു സംഗീതം എന്നേ നമ്മൾ അതിനെക്കുറിച്ച് അറിഞ്ഞിട്ടുള്ളൂ. അങ്ങനെയല്ല യഥാർത്ഥത്തിൽ. മറിച്ച് വിജയത്തിന്റെ ആഘോഷത്തിന്റെ വിളംബരമായിരുന്നു
ആയിരുന്നു അത്. അങ്ങനെ പ്രവാചകൻ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ വിളംബരം നടത്താൻ വേണ്ടി ആളുകളെ ഇങ്ങനെ നോക്കുകയാണ്. കഅബാലയത്തിന്റെ മുകളിൽ കയറിയിട്ട് വേണം ആ വിളംബരം നടത്താൻ. ഇന്നത്തേതുപോലെ ഇലക്ട്രിസിറ്റി ഇല്ലാത്ത, മൈക്കില്ലാത്ത, അതുപോലെ സംവിധാനങ്ങളൊന്നുമില്ലാത്ത ഒരു കാലഘട്ടത്തിൽ പ്രവാചകനെ ഇങ്ങനെ നോക്കുമ്പോൾ ആ കൂട്ടത്തിൽ വളരെ പ്രഗത്ഭരായിട്ടുള്ള അനുചരന്മാരുണ്ട്. ഖുറൈശി എന്ന് പറയുന്ന വരേണ്യ വിഭാഗത്തിൽപ്പെട്ടവരുണ്ട്. അവരിൽ ചിലർ പറഞ്ഞുപോയി, ഒരുപക്ഷെ ജീവിതത്തിൽ ആദ്യമായ ഒരു അവസരത്തിന് വേണ്ടി കൊതിച്ച നിമിഷമായിരുന്നു ഞാൻ. ഹസ്രത്ത് ഉമർ, രണ്ടാം ഖലീഫ, ഭരണാധികാരിയായ മനുഷ്യൻ പറയുകയാണ്, ഞാൻ കൊതിച്ചുപോയി. എന്നെ പെരുവിരലിൽ ഊന്നിയിട്ട് ഞാൻ അല്പം പൊങ്ങി നിന്നു. പ്രവാചകൻ എന്നെ കണ്ട് എന്നെ ക്ഷണിച്ചിരുന്നുവെങ്കിൽ ആ കഅബാലയത്തിന്റെ മുകളിൽ കയറിയിട്ട് ആ പ്രഖ്യാപനം ഞാൻ നടത്തിയിരുന്നുവെങ്കിൽ എന്ന് ഞാൻ കൊതിച്ചുപോയി. പക്ഷേ പ്രവാചകൻ കുറെ തിരിഞ്ഞു നോക്കി. എന്നിട്ട് വിളിച്ചു, അയ്യ ബിലാൽ, ബിലാൽ എവിടെയാണ്? ഇസ്ലാമിന്റെ ബാലൻപാടിയാണ് ബിലാൽ. കറുത്തിരുണ്ട, ചുണ്ടുതെളിച്ച തലമുടി, ചുരുണ്ട തലമുടിയുള്ള എത്യോപ്യൻ അടിമയായ ബിലാൽ, അദ്ദേഹം ഇസ്ലാം സ്വീകരിക്കുന്നതോടുകൂടെ ഇസ്ലാമിന്റെ ഏറ്റവും പ്രിയപ്പെട്ടവനായി മാറി. ഇസ്ലാമിന്റെ പള്ളിയിലെ പങ്കു കൊടുക്കാൻ, വിജയത്തിന്റെ പ്രഖ്യാപനം നടത്താനുള്ള അവകാശം പ്രവാചകൻ കൊടുത്തത് ഒരു അറബിക്കായിരുന്നില്ല, മറിച്ച് എത്യോപ്യയിൽ നിന്ന് വന്ന ബിലാൽ ബിൻ റബാഹ് എന്ന് പറയുന്ന കാപ്പിരിയായ ഒരു അടിമക്കായിരുന്നു. പ്രവാചകൻ അദ്ദേഹത്തെ വിളിക്കുന്നുണ്ട്. അദ്ദേഹം ഇങ്ങനെ വന്നിട്ട് കഅബാലയത്തിലേക്ക് കയറാൻ പോകുന്ന സന്ദർഭത്തിൽ അദ്ദേഹത്തിന് കയറാൻ കഴിയുന്നില്ല. കഴിയാതെ വന്നപ്പോൾ പ്രവാചകൻ തന്റെ കൈ കഅബാലയത്തിൽ ഇങ്ങനെ ചാരി വെച്ച് തന്റെ തോളത്ത് ചവിട്ടിയിട്ട് കഅബാലയത്തിന്റെ മുകളിലേക്ക് ബിലാലിനെ കയറ്റി ബാങ്കുലി മുഴക്കുന്നുണ്ട്. ആളുകൾക്കിടയിൽ മുറുമുറുപ്പുണ്ടായി. ചിലർ പറഞ്ഞു പോയി, അമാ വജദ മുഹമ്മദുൻ ഗൈറ ഹാദൽ ഖുറാബിൽ അസ്വദി മുഅദ്ദിനൻ, അമാ വജദ മുഹമ്മദുൻ ഗൈറ ഹാദൽ ഖുറാബിൽ അസ്വദി മുഅദ്ദിന, കാക്കയെ പോലെ കറുത്ത ഈ മനുഷ്യനെയല്ലാതെ വിളംബരം നടത്താൻ മുഹമ്മദിനെ മറ്റാരെയും കണ്ടില്ലേ എന്ന്. ഈ മുറുമുറുപ്പ് പക്ഷേ എല്ലാവരും കേട്ടിരിക്കാൻ സാധ്യതയില്ല. പക്ഷേ ആകാശം അത് ഏറ്റെടുത്തു. ആകാശം ഏറ്റെടുത്ത പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവായ തമ്പുരാന്റെ അരുളപ്പാടുകളാണ് വിശുദ്ധ ഖുർആൻ എന്ന് പറയുന്നത്. ആകാശം ഭൂമിയോട് സംസാരിച്ച സുന്ദരമായ നിമിഷങ്ങളാണ് വഹീ അല്ലെങ്കിൽ ബോധനം ഖുർആൻ എന്ന് പറയുന്നത്. ഖുർആനിലെ 49-ാം അധ്യായത്തിലെ 13-ാമത്തെ സൂക്തം ഇറങ്ങുന്നത് ഈ സന്ദർഭത്തിലാണ്. യാ അയ്യുഹന്നാസ് ഇന്നാ ഖലഖനാകും മിൻ ദക്കരിൻ വഉൻസാ വജഅൽനാകും ശുഊബൻ വഖബാഇല ലിതആറഫു. ഇപ്പോഴും നിങ്ങളുടെ മനസ്സിന്റെ ഉള്ളിൽ വർഗീയതയുടെ, വംശീയതയുടെ, നിറത്തിന്റെ വൈജാത്യങ്ങൾ ഉണ്ടോ? എന്നാൽ അതങ്ങ് എടുത്തു മാറ്റുക എന്നാണ് ഈ പരാമർശത്തിന്റെ അർത്ഥം എന്ന് പറയുന്നത്. മതത്തിന് അങ്ങനെയാവാം, പക്ഷേ ഇസ്ലാം എന്ന് പറയുന്ന ലോകത്തെ എല്ലാ മനുഷ്യരെയും അഭിസംബോധന ചെയ്യുന്ന ഒരു ദർശനത്തിന് അങ്ങനെയാവാൻ കഴിയില്ല. ഒരു ദർശനത്തിന് അങ്ങനെയാവാൻ കഴിയില്ല. പ്രവാചകന്റെ അനുചരന്മാരുടെ കൂട്ടത്തിൽ ഒരു അനുചരന്റെ പേര് ജുലൈബിൻ എന്നാണ്. ജുലൈബിൻ എന്ന് പറയുന്ന അനുചരൻ, അദ്ദേഹത്തിന്റെ കോലം കണ്ടാൽ ആരും ഇഷ്ടപ്പെടുകയില്ല. അത്രയും കറുത്തിരുണ്ട മനുഷ്യനാണ്. എന്ന് മാത്രമല്ല, കറുപ്പിലുമുണ്ടല്ലോ ഒരു അഴകി, അതുപോലുമില്ലാത്ത മനുഷ്യൻ, വികൃതനായ മനുഷ്യൻ, വൈരൂപ്യമുള്ള മനുഷ്യൻ. പക്ഷേ പ്രവാചകന് ഏറ്റവും ഇഷ്ടമുള്ള ആളായിരുന്നു ജുലൈബിൻ. പ്രവാചകന്റെ കൂടെ പള്ളിയിലാണ് അദ്ദേഹം താമസിച്ചിരുന്നത്. ഒരിക്കൽ പ്രവാചകൻ ജുലൈബിനോട് ചോദിച്ചു, ജുലൈബിൻ, ഇങ്ങനെയൊക്കെ മതിയോ? ഒരു കല്യാണമൊക്കെ കഴിക്കണ്ടേ? നിനക്കൊരു ജീവിതം വേണ്ടേ? ജുലൈബിൻ സങ്കടത്തോടുകൂടെ, സന്തോഷത്തോടുകൂടെ പ്രവാചകനോട് പറഞ്ഞു, എന്നെ പോലെയുള്ള ആളുകൾക്ക്, ആരും വിലവെക്കാത്ത ആളുകൾക്ക് ആരാണ് മക്കയിൽ പെണ്ണു കൊടുക്കുക പ്രവാചകരെ? അല്ലെങ്കിൽ മദീനയിൽ വിവാഹത്തിന് സമ്മതിക്കുക പ്രവാചകരെ? അല്ലാഹുവിന്റെ റസൂൽ പ്രവാചകൻ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ജുലൈബിന് വേണ്ടി വിവാഹാലോചന നടത്തി. കറുത്ത ഒരു സുന്ദരിയല്ല, അന്ന് കിട്ടാവുന്ന ഏറ്റവും സുന്ദരിയായിട്ടുള്ള, ധാർമ്മിക ബോധമുള്ള, സംസ്കാരമുള്ള, വിശ്വാസിയായ ഒരു വനിതയെ വിവാഹാലോചന നടത്തി. അവിടേക്ക് പറഞ്ഞയച്ചു. വീട്ടുകാർക്ക് പോലും സമ്മതമുണ്ടായിരുന്നില്ല. പക്ഷേ പ്രവാചകന്റെ താല്പര്യത്തിന് മുൻഗണന നൽകിക്കൊണ്ട് ജുലൈബിന്റെ ജീവിതത്തിന്റെ തന്റെ ഇണയായി
തന്റെ പ്രിയതമനായി സ്വീകരിക്കാൻ ആ സ്ത്രീ തീരുമാനിച്ചു. എല്ലാം ഇങ്ങനെയാവണമെന്നല്ല, മറിച്ച് ചിലപ്പോൾ ഇങ്ങനെ ചില ഇടപെടലുകൾ വേണ്ടി വരും. വർഗീയതയുടെയും വംശീയതയുടെയും ഒരു വലിയ വേലിയേറ്റത്തിന്റെ കാലഘട്ടത്തിൽ അതല്ല യഥാർത്ഥത്തിൽ മനുഷ്യർക്കിടയിൽ പുലരേണ്ടത് എന്ന് തെളിയിക്കാൻ ഇങ്ങനെയൊക്കെ ചില ഇടപെടേണ്ടി വരും. നിങ്ങൾക്കറിയാമോ, നമ്മുടെ കേരളത്തെ സംബന്ധിച്ചിടത്തോളം കേരളത്തിലേക്ക് ഇസ്ലാം കടന്നു വരുന്നത് മുസ്ലിംസ് എന്നറിയപ്പെടുന്ന കേരളത്തിലെ കൊടുങ്ങല്ലൂരിലൂടെയാണ്. മാലിക് ബിൻ ദീനാർ എന്ന് പറയുന്ന ഒരു അറബിയും അദ്ദേഹത്തിന്റെ കൂടെ വന്ന കുറച്ച് ശിഷ്യന്മാരുമാണ് കേരളത്തിൽ ആദ്യമായി ഇസ്ലാമുമായിട്ട് കടന്നു വരുന്നത്. അവരെ സംബന്ധിച്ചിടത്തോളം ആ നാട്ടുകാർക്ക് വലിയൊരു അത്ഭുതമായിരുന്നു. ഭാഷകൾ കൊണ്ട് മാത്രമേ കമ്മ്യൂണിക്കേഷൻ സാധ്യമാവുകയുള്ളൂ എന്ന നമ്മുടെ തെറ്റിദ്ധാരണയെ തിരുത്തുന്നതായിരുന്നു അവരുടെ രംഗപ്രവേശനവും അവരുടെ കേരളവാസവും അവരുടെ മതപ്രബോധനവും ഒക്കെ. അങ്ങനെ അവരുടെ ജീവിതം കണ്ട്, അവരുടെ സംസ്കാരം കണ്ട്, അവരുടെ പെരുമാറ്റം കണ്ട് കേരളത്തിൽ നിന്ന് വലിയൊരു ഒഴുക്കായിരുന്നു ഇസ്ലാമിലേക്ക്. എന്തുകൊണ്ട് ഒഴുകി എന്നത് നമ്മുടെ കേരളത്തിലെ പല കവികളുടെയും കവിതയുടെ വിഷയമായിരുന്നു, സാഹിത്യത്തിന്റെ വിഷയമായിരുന്നു. കേരള ചരിത്രത്തിൽ അത് നമുക്ക് സുന്ദരമായി പല ചർച്ചകൾ വായിക്കാൻ കഴിയുന്നതാണ്. കുമാരനാശാന്റെ വളരെ പ്രസിദ്ധമായിട്ടുള്ള ഒരു കവിതാശകലം നിങ്ങൾ ഒരുപക്ഷെ കേട്ടിരിക്കാൻ സാധ്യതയുള്ളതാണ്. എത്രയോ ദൂരം വഴിതെറ്റി നിൽക്കേണ്ടോ ചെറുമൻ പോയി തൊപ്പിയിട്ടാൽ ചുറ്റും വളരെത്തി ചാരത്തിരുന്നിടാം ചുറ്റും പേടിക്കേണ്ട തമ്പുരാനെ. ഇത്ര സുലഭാശ്ചര്യവുമായി സിദ്ധിക്കും സ്വാതന്ത്ര്യ സൗഖ്യമെങ്കിൽ ബുദ്ധിയുള്ളവരിങ്ങാശ്രയസുപേക്ഷിച്ചു ബദ്ധരായി നിറുമോ ജാതി വീടിൽ എന്ന് പറഞ്ഞ് ആ സാഹചര്യത്തെയും ആ കാലഘട്ടത്തെയും നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നുണ്ട്. യഥാർത്ഥത്തിൽ പിന്നെ വംശീയതയുടെ വർഗവിവേചനത്തിന്റെ ഒരു കാലഘട്ടത്തെ നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുകയാണ് കുമാരനാശാൻ. ഈ വംശീയതയുടെയും വർഗീയതയുടെയും അപ്പുറത്തെ മനുഷ്യനെ ഒന്നായി കാണാൻ കഴിയുന്നു എന്നതാണ് ഇസ്ലാമിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. ഇസ്ലാം ഒറ്റ ദൈവത്തിൽ, ഏക ദൈവത്തിൽ വിശ്വസിക്കുന്നു. അത് ശരിയല്ല എന്ന് പറയുന്നവരോട് വളരെ വീരമായി നമുക്ക് പറയാനുള്ളത്, ഞങ്ങൾ ഏകദൈവത്തെ കുറിച്ച് സംസാരിക്കുന്നത് ഈ പ്രപഞ്ചമാസകലം ഒരു ദൈവത്തിന്റെ സൃഷ്ടികളാണ് എന്നും അവർക്കിടയിൽ യാതൊരു വിവേചനവും ഉണ്ടാവാൻ പാടില്ല എന്ന് പറയാനാണ്. അതാണ് ആ വിശ്വാസത്തിന്റെ യഥാർത്ഥ കാലത്ത് എന്ന് പറയുന്നത്. ഇസ്ലാമിന്റെ ഏറ്റവും വലിയ രണ്ടാമത്തെ സവിശേഷത അതിന്റെ നീതിബോധമാണ്. നീതിയെ കുറിച്ച്, നീതിയുടെ സംസ്ഥാപകരാവാൻ, നീതിയുടെ സാക്ഷികളാവാൻ നിരന്തരമായ ആഹ്വാനം വിശുദ്ധ ഖുർആനിൽ പലയിടത്തും നമുക്ക് കാണാൻ കഴിയും. ഖുർആനിലെ 4-ാം അധ്യായത്തിലെ 135-ാമത്തെ സൂക്തം ഇങ്ങനെയാണ്: യാ അയ്യുഹല്ലദീന ആമനൂ കൂനൂ ഖവ്വാമീന ബിൽ ഖിസ്തി ശുഹദാഅ ലില്ലാഹ്. അല്ലയോ വിശ്വസിച്ചവരെ, നിങ്ങൾ സർവേശ്വരനായ തമ്പുരാന് വേണ്ടി നീതിയുടെ സംസ്ഥാപകരായി എഴുന്നേറ്റ് നിൽക്കുക. വലൗ അലാ അൻഫുസികും, ചിലപ്പോൾ നിങ്ങൾക്കെതിരെ നീതിക്ക് വേണ്ടി എഴുന്നേറ്റ് നിൽക്കേണ്ടി വരും. അവരിൽ വാലിദൈൻ, നിങ്ങളുടെ മാതാപിതാക്കൾക്കെതിരെ, അവരിൽ അഖ്റബീൻ, അല്ലെങ്കിൽ നിങ്ങളുടെ അടുത്ത ബന്ധുമിത്രാദികൾ, അവർക്ക് എതിരെ നിങ്ങൾക്ക് നീതിക്ക് വേണ്ടി എഴുന്നേറ്റ് നിൽക്കേണ്ടി വരും. അപ്പോഴും നിങ്ങളുടെ ആദർശത്തിൽ യാതൊരു വിട്ടുവീഴ്ചയും ചെയ്യാതെ നീതിയുടെ സംസ്ഥാപകരായി എഴുന്നേറ്റ് നിൽക്കാൻ നിങ്ങൾക്ക് കഴിയണം. ഇതേപോലെയുള്ള പല അനുശാസനങ്ങളും പ്രഖ്യാപനങ്ങളും പലയിടത്തും നമുക്ക് കാണാം. ഖുർആനിന്റെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ആഹ്വാനങ്ങളിൽ മതിയാക്കിയതല്ല ഇസ്ലാമിന്റെ മാതൃക അല്ലെങ്കിൽ ചരിത്രം എന്ന് പറയുന്നത്. ഖുർആൻ ഇത് സാക്ഷാത്കരിക്കുന്നുണ്ട്. പ്രവാചക കാലഘട്ടത്തിൽ, പ്രവാചകന്റെ ഉത്തരാനുയായികളുടെ കാലഘട്ടത്തിൽ അതിന്റെ സുന്ദരമായിട്ടുള്ള ധാരാളം ചിത്രങ്ങൾ നമുക്ക് കാണാൻ കഴിയും. എന്തിനധികം പോകുന്നു, ഈ പരാമർശം നടത്തിയ ഖുർആനിലെ 4-ാം അധ്യായത്തിലെ 101 മുതൽ 113 വരെയുള്ള ഏതാണ്ട് 9-10 ആയത്തുകൾ, സൂക്തങ്ങൾ പരാമർശിക്കുന്നത് ഒരു ജൂതന് വേണ്ടിയിട്ടാണ്. എന്ന് പറഞ്ഞാൽ മദീനയിൽ ഒരു ചെറിയ സംഭവം നടന്നു. ഒരു അൻസാരിയായ മനുഷ്യന്റെ പടയങ്കി കാണാതെ പോയി. ആ പടയങ്കി എടുത്തത് ഒരു മുസ്ലിമായ മനുഷ്യനായിരുന്നു. മുസ്ലിങ്ങളിൽ തന്നെയുള്ള കപടന്മാരുടെ കൂട്ടത്തിൽപ്പെട്ട ഒരാളായിരുന്നു അത് എടുത്തത്. എടുത്ത ആൾ
അത് ഉപയോഗിക്കാൻ തുടങ്ങുന്നതിന് മുമ്പേ ഇതിനെക്കുറിച്ചുള്ള അന്വേഷണം തുടങ്ങിയപ്പോൾ ഇയാൾക്ക് പേടിയാണ്. ആ കുറ്റത്തിന്റെ ശിക്ഷയെ കുറിച്ച് ഓർത്ത് അയാൾ വേവലാതിപ്പെട്ടു. അങ്ങനെ ആ പടയങ്കി ഒരു ജൂതന്റെ കയ്യിൽ കൊണ്ടുപോയി പണയം വെക്കുന്നുണ്ട്, സൂക്ഷിക്കാൻ ഏൽപ്പിച്ച് അവസാനം ഇതൊരു വിവാദമായി പ്രവാചകന്റെ മുമ്പിൽ എത്തിയപ്പോൾ പടയങ്കി എവിടെയാണെന്ന് കണ്ടെടുക്കപ്പെട്ടു. അതൊരു ജൂതന്റെ കയ്യിൽ നിന്നാണ്, അയാളുടെ വസ്തുതയിൽ നിന്നാണ് കണ്ടെടുക്കപ്പെട്ടത്. പക്ഷേ ആ ജൂതൻ പറഞ്ഞു, എനിക്കിത് തന്നത് ഒരു മുസ്ലിം നാമധാരിയാണ്. എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. അദ്ദേഹത്തിന്റെ കുടുംബക്കാരൊക്കെ എത്തി. അവർ പറഞ്ഞു, പ്രവാചകരെ, ഞങ്ങൾ ഒരിക്കലും അങ്ങനെ എടുത്തിട്ടില്ല, കൊടുത്തിട്ടില്ല എന്ന് അവർ സത്യം ചെയ്തു. പ്രവാചകൻ സാഹചര്യത്തെല്ലാം വെച്ച് ഈ ജൂതനെതിരെ വിധി പുറപ്പെടുവിക്കാൻ വേണ്ടി പോവുകയാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ആകാശം ഭൂമിയോട് സംവദിച്ചുകൊണ്ടിരിക്കുന്ന കാലഘട്ടം. യാ അയ്യുഹല്ലദീ ഇന്നാ അൻസൽനാ ഇലൈക്കൽ കിതാബ ബിൽ ഹഖ് ലിതഹ്കുമ ബൈനൻ നാസ് ബിമാ അറാക്കല്ലാഹ് വലാ തകുൻ ലിൽ ഖാഇനീന ഖസീമാ. നേരത്തെ പറഞ്ഞ അതേ 4-ാം അധ്യായത്തിലെ ഒരു പ്രയോഗമാണ്. പ്രവാചകരെ, താങ്കൾക്ക് ഈ വേദം നാം അവതരിപ്പിച്ചു തന്നിട്ടുള്ളത് ജനങ്ങൾക്കിടയിൽ നീതിപൂർവ്വം വിധി കൽപ്പിക്കാനാണ്. നാം നിങ്ങൾക്ക് അറിയിച്ചു തരുന്ന കാര്യങ്ങൾ അനുസരിച്ച് വേണം താങ്കൾ വിധി കൽപ്പിക്കാൻ. ഒരിക്കലും താങ്കൾ വഞ്ചകന്മാർക്ക് വേണ്ടി വാദിക്കുന്നവരായി മാറാൻ പാടില്ല. ഇങ്ങനെയുള്ള ഒരു ഇടപെടലുണ്ടല്ലോ ഖുർആനിൽ. ഇനിയും നിലനിൽക്കുന്ന, ഇനി അന്ത്യനാളുകൾ നിലനിൽക്കുന്ന വിശുദ്ധ ഖുർആനിലെ 10 ആയത്തുകൾ അല്ലെങ്കിൽ സൂക്തങ്ങൾ ഒരു ജൂതന് വേണ്ടി സംസാരിച്ചതിന്റേതാണ്. ഇങ്ങനെ ഒരുപാട് ഉദാഹരണങ്ങൾ. മറ്റൊരു ഉദാഹരണം എനിക്ക് ഓർമ്മ വരുന്നത്, 4-ാം ഖലീഫ, പ്രവാചകന്റെ ശേഷം ഭരണമേറ്റെടുത്ത ആളുകൾക്കാണ് ഖലീഫമാർ എന്ന് പറയുക. ആ ഭരണാധികാരികളിൽ വളരെ പ്രതിപാദകനായിട്ടുള്ള, ദിശനാശാലിയായിട്ടുള്ള അലി ഇബ്നു അബീ ത്വാലിബ് പ്രവാചകന്റെ പിതൃവ്യപുത്രൻ കൂടിയാണ്. അദ്ദേഹത്തിന്റെ ഭരണകാലഘട്ടത്തിൽ അദ്ദേഹത്തിന്റെ ഒരു പടയങ്കി നഷ്ടപ്പെട്ടു. ആ പടയങ്കി അദ്ദേഹത്തിന് കാണാൻ കഴിഞ്ഞു. അതും ഒരു ജൂതന്റെ കയ്യിലാണ്. അപ്പോൾ ഭരണാധികാരിയായിട്ടുള്ള അലി ആ കാലഘട്ടത്തിലെ തന്റെ രാജ്യത്തിലെ ജഡ്ജിയായിട്ടുള്ള ശുറൈഷ് എന്ന് പറയുന്ന മനുഷ്യന്റെ ജഡ്ജിയുടെ കോടതിയിൽ കേസ് കൊടുത്തു. എന്റെ പടയങ്കി നഷ്ടപ്പെട്ടു, അത് ഇന്ന ആളുടെ കയ്യിലുണ്ട് എന്നും പറഞ്ഞു. അയാളെ കൊണ്ടുവന്നു, വിചാരണ നടത്തി. വിചാരണക്കിടയിൽ ജഡ്ജി ചോദിച്ചു, അല്ലയോ അമീറുൽ മുഅ്മിനീൻ, താങ്കൾക്ക് ഈ പടയങ്കി താങ്കളുടേതാണ് എന്ന് പറയാൻ എന്താണ് തെളിവ്? ആരെങ്കിലും സാക്ഷിയായിട്ട് താങ്കളുടെ കൂടെയുണ്ടോ എന്ന് ചോദിച്ചു. അന്നേരം ഖലീഫ, ഭരണാധികാരി പറഞ്ഞു, എനിക്ക് സാക്ഷിയായിട്ടുള്ളത് എന്റെ മകൻ ഹസൻ ആണ് എന്ന്. എന്റെ മകൻ ഹസനാണ് സ്വന്തം മകനെ സാക്ഷിയായി കൊണ്ടുവന്നപ്പോൾ ജഡ്ജി ഭരണാധികാരിയോട് പറയുകയാണ്, പറ്റില്ല, അങ്ങനെ സ്വന്തം പിതാവിന് വേണ്ടി മകൻ സാക്ഷി പറഞ്ഞാൽ ആ സാക്ഷിത്വം ഈ കോടതി അംഗീകരിക്കുകയില്ല എന്ന് പറഞ്ഞിട്ട് പടയങ്കി ജൂതന് തന്നെ തിരിച്ചു കൊടുക്കാൻ തീരുമാനിക്കുകയാണ്. ആ സന്ദർഭത്തിൽ അങ്കാളിച്ചു നിൽക്കുകയാണ് ജൂതൻ. എന്നിട്ട് ആ മനുഷ്യൻ അവിടെ വെച്ച് പ്രഖ്യാപിക്കുകയുണ്ടായി, അല്ലാഹു അല്ലാതെ മറ്റൊരു ഇലാഹില്ല എന്ന് എനിക്ക് ബോധ്യപ്പെട്ടു. ഈ മഹാപ്രപഞ്ചത്തെ സൃഷ്ടിക്കുന്ന ഒരു സൃഷ്ടാവുണ്ടെങ്കിൽ അത് ജീവിതത്തെ കൂടി സ്വാധീനിക്കുന്ന ഒരു പരമശക്തനാണ് എന്നത് പറച്ചിലല്ല, അതൊരു യാഥാർത്ഥ്യമാണ് എന്ന്, അതൊരു ജീവിതത്തെ സ്വാധീനിക്കുന്ന വസ്തുതയാണ് എന്ന് എനിക്കിപ്പോൾ ബോധ്യപ്പെട്ടിരിക്കുന്നു. ഇത് നിങ്ങളുടെ തന്നെ പടയങ്കിയാണെന്ന് പറഞ്ഞ് അദ്ദേഹം തിരിച്ചു കൊടുത്ത് തിരിച്ചു പോകുന്നുണ്ട്. ഇതാണ്, ഈ നീതിബോധമാണ് ഇസ്ലാമിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത്. എങ്ങനെയാണ് മുസ്ലിങ്ങൾക്ക് ഇങ്ങനെയൊക്കെ നീതി പുലർത്താൻ സാധിക്കുന്നത്? ഇസ്ലാം എന്ന് പറയുന്ന ഒരു ആദർശത്തെ ഉൾക്കൊള്ളുന്ന ആളുകൾക്ക് എങ്ങനെയാണ് ഇത്രയൊക്കെ ധാർമ്മികമാകാൻ സാധിക്കുന്നത് എന്ന് വേണമെങ്കിൽ ചോദിക്കാവുന്നതാണ്. അതിന്റെ ഉത്തരം മുസ്ലിങ്ങളുടെ ജീവിതത്തെ കുറിച്ചുള്ള കാഴ്ചപ്പാടാണ്. ആ കാഴ്ചപ്പാട് കണ്ണടച്ചാൽ തീരുന്ന ഒരു ജീവിതത്തെ കുറിച്ചല്ല അവർ വിശ്വസിക്കുന്നത്. കണ്ണടച്ചാൽ വീണ്ടും തുറക്കേണ്ടതുണ്ട് എന്നും
നീതിയുടെ മറ്റൊരു ലോകത്തേക്ക് നാം കാലെടുത്തു വെക്കേണ്ടതുണ്ട് എന്ന് വിശ്വസിക്കുന്നവരാണ് മുസ്ലിങ്ങൾ എന്നതാണ് ഇസ്ലാമിന്റെ പരമപ്രധാനമായിട്ടുള്ള മറ്റൊരു വിശ്വാസം എന്ന് പറയുന്നത്. അതിനാണ് പരലോക വിശ്വാസം എന്ന് പറയുക. ഈ ലോകത്തെ എല്ലാ നീതിയും കൂത്തുറിയണമെന്നില്ല. ഈ ലോകം പൂർണ്ണമായ നീതിയുടെ ലോകമാണ് എന്ന് നമുക്ക് പറയാൻ കഴിയുകയില്ല. പൂർണ്ണമായ നീതി നടപ്പിലാക്കാൻ ഈ ലോകത്ത് സാധ്യവുമല്ല. അതുകൊണ്ട് ലോകം നീതിയുടെ ഒരു ലോകം അത്യാവശ്യമാണ്. ധർമ്മത്തിന്റെ പാതയിൽ, നന്മയുടെ പാതയിൽ സഞ്ചരിക്കുന്ന ആളുകൾ അനുഭവിക്കുന്ന പീഡനമർദ്ദനങ്ങൾക്കും അവർ അനുഭവിക്കുന്ന മാനസിക ക്ലേശങ്ങൾക്കും നീതിയുടെ ഒരു ലോകം അത്യാവശ്യമാണ് എന്ന് നമ്മളെ ബോധ്യപ്പെടുത്തും. ആ ലോകത്തെയാണ് പരലോകം എന്ന് പറയുന്നത്. ആ ബോധമാണ് ഇസ്ലാമിക ഭരണാധികാരികളുടെ നിറവിന്റെ, നീതിബോധത്തിന്റെ യഥാർത്ഥ പ്രചോദനം എന്ന് പറയുന്നത്. ഒരു ഭരണാധികാരി ഇരുന്നിട്ട് പൊട്ടിക്കരയുകയാണ് അദ്ദേഹം. അദ്ദേഹത്തോട് പോയിട്ട് അനുയായികൾ ചോദിച്ചു, താങ്കൾ എന്തിനാ കരയുന്നത് എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹത്തിന്റെ മറുപടി, ലൗ മാതത് ഷാത്തുൻ അലാ ഷത്രിൽ ഫുറാത്തി ലകാന ഉമർ മസ്ഊലൻ അൻഹാ. യൂഫ്രട്ടീസിന്റെ തീരത്ത് ഒരു ആട്ടിൻകുട്ടി മരിച്ചു വീണാൽ, ചത്തുകിടന്നാൽ, അതിനെക്കുറിച്ച് വെള്ളം കിട്ടാതെ ചത്തുകിടന്നാൽ ഈ ഉമർ അതിനെ കുറിച്ച് ചോദിക്കപ്പെടുമല്ലോ എന്ന ആകുലതയിലാണ്, എന്ന അസ്വസ്ഥതയിലാണ് ഞാൻ കരയുന്നത്. ആ ഭരണാധികാരിയുടെ പേരാണ് ഉമർ എന്ന് പറയുന്നത്. ഇന്ത്യ മഹാരാജ്യത്തിന്റെ സ്വാതന്ത്ര്യാനന്തര കാലഘട്ടത്തിൽ ഏത് ഭരണമാണ് ഇന്ത്യ മഹാരാജ്യത്തിന് വേണ്ടത് എന്നതിനെ കുറിച്ച് നമ്മുടെ രാഷ്ട്രപിതാവായ മഹാത്മജി 2 സ്വപ്നങ്ങളാണ് പങ്കുവെച്ചത്. അതിലൊന്നാമത്തെ സ്വപ്നം ഈ രാജ്യത്ത് ഉമറിന്റെ ഭരണം വേണം എന്നാണ്. ഉമറിന്റെ ഭരണം എന്ന് പറയുന്നത് ഒരു മനുഷ്യനും പട്ടിണി കിടക്കാത്ത ലോകമാണ്. മനുഷ്യരുടെ ക്ഷേമത്തിന് വേണ്ടി സ്വന്തം സുഖസൗകര്യങ്ങൾ മാറ്റിവെച്ചതാണ് ഉമറിന്റെ ഭരണം എന്ന് പറയുന്നത്. ഒരു പഞ്ഞമാസക്കാലത്ത് ക്ഷാമത്തിന്റെ വരൾച്ചയുടെ കാലഘട്ടത്തിൽ ഭരണാധികാരി സ്വയം തീരുമാനിച്ചു, ഇനി മുതൽ ഞാൻ എണ്ണയൊഴിച്ച് റൊട്ടി കഴിക്കുകയില്ല. കാരണം എന്റെ നാട്ടിൽ അത് കഴിക്കാൻ മനുഷ്യർക്ക് കഴിയില്ല, ശേഷിയില്ല. എന്നാണോ എന്റെ നാട്ടിലെ സാധാരണക്കാരൻ അത് കഴിക്കാൻ കഴിയുന്നത്, അന്ന് മതി ഉമറിനെ ആ ഭക്ഷണം എന്ന് തീരുമാനിക്കുകയുണ്ടായി. ഒരിക്കൽ പേർഷ്യയുടെ പടനായകനായ ഹുർമുസാൻ മദീനയിലേക്ക് വരുന്നുണ്ട്. ഹുർമുസാൻ പേർഷ്യ പരാജയപ്പെടുത്തപ്പെട്ടു. അങ്ങനെ ഹുർമുസാനെ ബന്ദിയാക്കാൻ പോവുകയാണ്. പടനായകനായ ഹുർമുസാൻ മദീനയിലെത്തിയിട്ട് അന്വേഷിക്കുന്നുണ്ട്, എവിടെയാണ് നിങ്ങളുടെ ഭരണാധികാരി ഉമർ എന്ന്. ആളുകൾ ഇങ്ങനെ പലതും പറഞ്ഞുകൊണ്ടിരുന്നു. ഏറ്റവും ഒടുവിൽ മദീനയിലെ പള്ളിയിൽ നിങ്ങൾക്ക് കാണാമെന്ന് പറഞ്ഞു. മദീനയുടെ പള്ളി മുഴുവൻ പരതി നോക്കി, ആരെയും കണ്ടില്ല. അവസാനം പുറത്തു വന്നിട്ട് വീണ്ടും അന്വേഷിച്ചപ്പോൾ ആളുകൾ പറഞ്ഞു, പള്ളിക്കകത്തൊരാൾ കിടന്നുറങ്ങുന്നുണ്ട്, അയാളാണ് ഞങ്ങളുടെ അമീറുൽ മുഅ്മിനീൻ ഉമർ ഇബ്നുൽ ഖത്താബ് എന്ന് പറയുന്ന ഭരണാധികാരി. അത്ഭുതത്തോടുകൂടി വീണ്ടും അദ്ദേഹം പള്ളിയിലേക്ക് കയറുന്നുണ്ട്. പള്ളിയിലേക്ക് കയറി കിടന്നുറങ്ങുന്ന ഖലീഫ ഉമർ ഇബ്നുൽ ഖത്താബിനെ എഴുന്നേൽപ്പിച്ചുകൊണ്ട് പറഞ്ഞു, ഹക്കംത ഫഅദിൽത ഫഅമിൻത യാ ഉമർ. താങ്കൾ ഭരിച്ചു, ഭരണത്തിൽ നീതി പുലർത്തി, അതുകൊണ്ട് താങ്കൾക്ക് നിർഭയനായിട്ട് ഉറങ്ങാൻ കഴിയും. നിർഭയനായി താങ്കൾക്ക് ഉറങ്ങാൻ കഴിയുന്നു. പക്ഷേ ഞങ്ങളുടെ രാജ്യത്തെ ഭരണാധികാരികൾക്ക് അത് സാധിക്കാതെ പോകുന്നത് അവർക്ക് ഭരണത്തിൽ നീതി പുലർത്താൻ കഴിയാത്തത് കൊണ്ടാണ്. അതുകൊണ്ട് ഞങ്ങൾ അവർക്ക് വേണ്ടി ഉറക്കം ഒഴിക്കേണ്ടി വരുന്നു, ഞങ്ങൾ അവർക്ക് വേണ്ടി സെക്യൂരിറ്റി ഒഴിക്കേണ്ടി വരുന്നു, ബോഡിഗാർഡുകളായി മാറേണ്ടി വരുന്നു. താങ്കൾക്ക് വളരെ സ്വസ്ഥമായി സ്വന്തം പള്ളിയിൽ ഉറങ്ങാൻ സാധിക്കുന്നത് നീതി പുലർത്തിയത് കൊണ്ടാണ്. ഞാൻ അവസാനിപ്പിക്കുന്നു സഹോദരന്മാരെ, ഈ പരലോക ബോധമാണ് അവരെ ഇങ്ങനെയൊക്കെ ചിന്തിപ്പിച്ചത്. ആ പരലോക ബോധവും മനുഷ്യ സമത്വവും നീതിബോധവും ഏകദൈവ വിശ്വാസവും ഇതൊക്കെ ചേർന്നതാണ് യഥാർത്ഥത്തിൽ ഇസ്ലാം എന്ന് പറയുന്നത്. എന്ന് കാണുന്നതൊക്കെ അങ്ങനെയാണോ എന്ന് ചോദിച്ചാൽ അതിന് കൃത്യമായി നമുക്ക് ഉത്തരം പറയാൻ കഴിയില്ല. പക്ഷേ യഥാർത്ഥ ഇസ്ലാം എന്ന് പറയുന്നത് ഇതാണ്. മനുഷ്യരെ എല്ലാവരെയും ഒന്നായി കാണുന്ന, മനുഷ്യർക്കിടയിൽ നീതി പുലരുക എന്നത് അത് നിർബന്ധ ബാധ്യതയായി മനസ്സിലാക്കുന്ന, അങ്ങനെ ഈ ലോകത്തെ കർമ്മ
ജീവിതത്തിന്റെ പേരാണ് ഇസ്ലാം എന്ന് പറയുന്നത്. ആ ജീവിതത്തിന് നമ്മുടെ കാലഘട്ടത്തിൽ, നമ്മുടെ ഐഹിക ജീവിതത്തിൽ സ്വസ്ഥത നൽകാൻ കഴിയുകയുള്ളൂ, സമാധാനം നൽകാൻ കഴിയുകയുള്ളൂ. നമുക്ക് ജീവിത സംതൃപ്തി പകരാൻ അതിന് മാത്രമേ സാധിക്കുകയുള്ളൂ എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക. കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാനും ഉൾക്കൊള്ളാനും അങ്ങനെ ഏറ്റവും സൗഹാർദ്ദത്തോടും സഹവർത്തിത്വത്തോടും കൂടി ജീവിക്കാൻ നമുക്ക് എല്ലാവർക്കും സർവേശ്വരൻ ഉദവി നൽകി അനുഗ്രഹിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. അല്ലാഹു നാം ഏവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ എല്ലാ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും അവർ നമുക്ക് ദൂരീകരിച്ച് തരുമാറാവട്ടെ. നമ്മുടെ രാജ്യത്തിന് അഭിമുഖീകരിച്ചു കൊണ്ടിരിക്കുന്ന എല്ലാ പ്രശ്നങ്ങൾക്കും യഥാർത്ഥ പ്രതിവിധി ഉണ്ടാവുകയും അങ്ങനെ നമ്മുടെ ഒരു പാരമ്പര്യം പോലെ സൗഹാർദ്ദത്തോടുകൂടെ സ്നേഹത്തോടുകൂടെ എല്ലാവരും ജീവിക്കുന്ന ഒരു കാലഘട്ടം വീണ്ടും തിരിച്ചു കൊണ്ടുവരാൻ നമുക്കവൻ അനുഗ്രഹം ചൊരിയുമാറാവട്ടെ. പ്രയാസപ്പെടുന്ന ധാരാളം ആളുകൾ നമ്മുടെ കൂട്ടത്തിലുണ്ട്. സാമ്പത്തികമായ പ്രയാസങ്ങൾ, ശാരീരികമായ ആരോഗ്യപരമായ പ്രശ്നങ്ങൾ, എല്ലാവർക്കും സർവേശ്വരൻ ആശ്വാസവും ശമനവും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഒരു സഹോദരൻ അദ്ദേഹത്തിന്റെ ഉമ്മയുടെ അസുഖം പറഞ്ഞ് പ്രത്യേകമായി പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അവർക്ക് ശമനമുണ്ടാവട്ടെ, ആശ്വാസമുണ്ടാവട്ടെ. നമുക്കൊക്കെ ജീവിതത്തിൽ സ്വസ്ഥതയും സമാധാനവും നൽകി സർവേശ്വരൻ അനുഗ്രഹിക്കുമാറാവട്ടെ.